എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടെ സോങ് ഫോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പലരും പാട്ടുകൾ അയക്കുകയുണ്ടായി. മനോഹരമായിട്ട് പാടുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ കുറച്ച് പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും ഒന്നിച്ച് ഒരു സമയത്ത് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇന്ന് 2 പേര് സ്പെഷ്യലായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം, അവരുടെ കൂടെ പാട്ടുകൾ കേൾക്കാം, പല കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. Song for You by Alphons Joseph. അപ്പോൾ നിങ്ങൾ രണ്ടുപേരെയും സോങ് ഫോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലേ? പേര് ശ്വേത. ശ്വേത. ഓക്കെ, ശ്വേത. 2 ശ്വേതയാണല്ലോ. ശ്വേത സ്ക്വയറാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു എന്താ പറയുക, ഒരു സർപ്രൈസ് എലമെൻ്റ് ആയി ശരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മ്യൂസിക്കിനെ കുറിച്ചൊന്ന് ചോദിക്കട്ടെ. നേരത്തെ മ്യൂസിക് പഠിച്ചിട്ടുണ്ടോ? പഠിക്കുന്നുണ്ട് സാർ. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പഠിക്കേണ്ടത് ചെന്നൈയിൽ ജയചന്ദ്രൻ എന്ന് പറഞ്ഞ സാറിൻ്റെ കയ്യിൽ നിന്നാണ്. ഓ, അത് ശരി ശരി ശരി. അപ്പോൾ ചെന്നൈ പോയാണോ പഠിക്കുന്നത്? സ്കൈപ്പ് വഴിയാണ്. ഓ, അത് കൊള്ളാം. ഓക്കെ ഓക്കെ ഓക്കെ. ഈ ശ്വേത എങ്ങനെയാണ് മ്യൂസിക്? 3rd സ്റ്റാൻഡേർഡ് തൊട്ട് പഠിക്കുന്നത്. ഇടയ്ക്കൊരു ബ്രേക്ക് വന്നു. ഓക്കെ, പിന്നെ ഇപ്പോൾ രണ്ടാമത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ആരാണ് സാറ്? ചാത്തന്നൂരുള്ള ദീപു. ഓക്കെ, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ രണ്ടുപേരും? ഞാൻ ജോലിയാണ്. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഹൈടെക് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട്. ഓ, അത് ശരി. ഒരു വലിയ പ്രൊഫസറാണ് ഇവിടെ വന്നിരിക്കുന്നത്. കൊള്ളാം. പിന്നെ ശ്വേത ആർക്കിടെക്ചർ ഫൈനൽ ഇയർ പഠിക്കുന്നു അല്ലേ? അപ്പോൾ നമുക്ക് നമ്മളുടെ ഒരു പ്രൊഫഷൻ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ് അല്ലേ? അതിൻ്റെ കൂടെ നമ്മൾ മ്യൂസിക്കും കൂടെ നമ്മൾ ചെയ്യുന്നു. അപ്പം മ്യൂസിക്കിൻ്റെ മേഖലയിൽ ഏതെങ്കിലും മേഖലയിലേക്ക് എത്തിച്ചേരണമെന്ന് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ മനസ്സിൽ? എനിക്ക് എല്ലാ ടൈപ്പ് പാട്ടും പാടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ക്ലാസിക്കലും പാടി നോക്കാറുണ്ട്, മെലഡി. ഇപ്പോൾ വെസ്റ്റേണും കൂടെ വളരെ ഇഷ്ടത്തോടെ വെരി ഗുഡ് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കേൾക്കാറുണ്ട് അല്ലേ? പാട്ടുകൾ കേൾക്കാറുണ്ട് വെസ്റ്റേൺ. ഓക്കെ, വെരി ഗുഡ്. ശ്വേതയെ കുറിച്ച് എങ്ങനെയാണ്? കൂടുതലും മെലഡി, കർണാട്ടിക് മ്യൂസിക്കാണ് ഏറ്റവും കൂടുതൽ കേൾക്കാറ്. അത് ഒത്തിരി പേര് കേൾക്കണം, അൾട്ടിമേറ്റ്ലി അത് കേൾക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. ഡെയിലി സാധകമൊക്കെ ചെയ്യുന്നുണ്ടോ രണ്ടുപേരും? ചെയ്യാറുണ്ട്. കാര്യം നമുക്കെല്ലാവർക്കും അറിയാം, സാധകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? നമുക്ക് നമ്മളുടെ ഫ്യൂച്ചറിൽ ഈ ഒരു മേഖലയിൽ വളരാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ഒരു വാമപ്സിനെ കുറിച്ചൊരു എപ്പിസോഡ് ഉണ്ടായിരുന്നു നേരത്തെ, കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്ന് റിവൈൻഡ് ചെയ്ത് നമ്മളൊന്ന് കാണുന്ന നല്ലതാണ്. അതിൻ്റെ ഒരു നട്ഷലായിട്ട് ഞാൻ പറയാം. നമുക്ക് 2 കാര്യങ്ങളാണ് നമ്മുടെ മൈൻഡിൽ വരേണ്ടത്. അതായത് ദർ ഈസ് സംതിങ് കോൾഡ് പെർഫോമൻസ് ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം ദർ ഈസ് സംതിങ് കോൾഡ് വാമപ്പ്. ഇത് രണ്ടും ഒന്നാണെന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു കോമ്പറ്റീഷൻ നമ്മൾ പോവുക, ആ പാട്ടിനെ നമ്മൾ പാടി പ്രാക്ടീസ് ചെയ്താൽ പോരെ, നേരെ അത് കഴിഞ്ഞ് നേരെ നമ്മൾ കോമ്പറ്റീഷൻ ചെയ്യുക, അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വി ആർ വോക്കൽ അത്ലറ്റ്സ്. ശരിക്കും ഒറിജിനൽ അത്ലറ്റ്സ് എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതുപോലെ തന്നെയുള്ളൊരു പ്രിപ്പറേഷൻ നമുക്ക് ആവശ്യമാണ്. ഒറിജിനൽ അത്ലറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 മീറ്റർ ഓട്ടം പോകാൻ ഇരിക്കുന്ന ആൾക്കാർ, അവർ ഡെയിലി ഒരു 2-3 പ്രാവശ്യം 200 മീറ്റർ ഓടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ആ പെർഫോമൻസിൻ്റെ സമയമാകുമ്പോഴത്തേക്കും അവരുടെ ഫുൾ എനർജി അവരുടെ പോയിട്ടുണ്ടാവും. മാത്രമല്ല മസിൽസ് എല്ലാം ഒരു പ്രത്യേക രീതിയിൽ അവർക്ക് ഓടാൻ പറ്റാത്ത രീതിയിലായിപ്പോവും. അപ്പോൾ അതിന് അവരെന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ രാവിലെ എഴുന്നേറ്റ് കുറേ സ്ട്രെച്ചിങ്, ഈ ഓട്ടോ ആയിട്ട് നേരിട്ട് ബന്ധം ഉണ്ടാവണമെന്ന് യാതൊരു ബന്ധം ഉണ്ടാവണം നിർബന്ധമില്ല. അങ്ങനെയുള്ള ചില കാര്യങ്ങളായിരിക്കും അവർ ചെയ്യുന്നത്. ചെറിയ ചെറിയ എക്സസൈസുകൾ, ചെറിയ ചെറിയ സ്ട്രെച്ചിങ്. അപ്പോൾ അതെന്തിനാണ്? അവരുടെ ഈ ഓട്ടത്തിന് സഹായിക്കുന്ന മസിൽസിനെ ടോണപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ സ്ട്രെച്ചിങ്ങും കാര്യങ്ങളും ചെയ്യുന്നത്. സിമിലർ വേയിൽ നമ്മുടെ തൊണ്ടയിൽ, ത്രോട്ടിൽ വോക്കൽ കോഡിനെ കൺട്രോൾ ചെയ്യുന്ന മസിൽസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് പിച്ച് നമ്മൾ പാടാൻ വേണ്ടി സഹായിക്കുന്ന ഈ മസിൽസിനെ ടോണപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ കറക്റ്റായിട്ടുള്ള ടോണപ്പ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് കൃത്യം ശ്രുതിയിൽ നമുക്ക് പാടാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ കർണാട്ടിക് മ്യൂസിക്കിൽ നമ്മൾ ചെയ്യുന്ന അഭ്യാസങ്ങളുണ്ടല്ലോ, ലൈക്ക് വരിശകൾ, അലങ്കാരങ്ങൾ, അങ്ങനെയുള്ള എക്സസൈസുകളൊക്കെ ഈ ഒരു തരത്തിൽ പറഞ്ഞ ഒരു വാമപ്പാണ്, കൈൻഡ് ഓഫ് വാമപ്പാണ്. അപ്പോൾ വെസ്റ്റേൺ മ്യൂസിക്കിൽ നമുക്ക് കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എല്ലാ ഏരിയാസും, ലൈക്ക് മോഡുലേഷൻസ്, ലൗഡ്നെസ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള പല പല മേഖലകൾ
ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള വാമപ്പ് എക്സസൈസുകളുണ്ട്. അപ്പോൾ വാമപ്പ് എന്ന് പറയുന്നത് പെർഫോമൻസ് അല്ല, പെർഫോമൻസിന് സഹായിക്കുന്ന ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പോൾ ഒരു പെർഫോമൻസിന് തൊട്ട് മുമ്പ് നമ്മൾ ആ പെർഫോമൻസ് റിപ്പീറ്റ് ചെയ്യാതെ ഈ ഇത്തരത്തിലുള്ള വാമപ്സ് ചെയ്ത് നമ്മളുടെ തൊണ്ടയെ ശരിപ്പെടുത്തുന്നതാണ് നമുക്കെപ്പോഴും ഹെൽപ്ഫുൾ ആവുന്നത്. നമുക്ക് 1-2 വാമപ്പ് എക്സസൈസുകൾ നമുക്കൊന്ന് ഇപ്പോൾ ചെയ്യാം. ഇതിൽ പ്രധാനമായിട്ടും 2-3 സിലബിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു പർട്ടിക്കുലർ എക്സസൈസിൽ. മിയ 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 എന്നാണ് അതിൽ നമ്മൾ പറയുന്നത്. ഞാനൊന്ന് പാടി തരാം, അതൊന്ന് റിപ്പീറ്റ് ചെയ്യാം. മിയ 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 മീ, ഇതാണ് വരുന്നത്. അതായത് ഒന്ന് ഒരുമിച്ച് പാടി നോക്കാം. 3, 4. മിയ 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 മീ, മിയ 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 മീ, മിയ 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 മീ, മിയ 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 മീ, മിയ 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 മീ. ഈ എക്സസൈസ് നമുക്ക് എവിടെ വരെ നമുക്ക് നമ്മുടെ ശ്രുതി എത്തും, നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ, നമ്മുടെ ഒരു ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഉണ്ട്. ആ ലിമിറ്റുകളെല്ലാം ടച്ച് ചെയ്തുകൊണ്ട് ഈ എക്സസൈസ് നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ ശ്രുതിയിൽ കൊണ്ടുവന്ന് നമ്മൾ നിർത്തിയത് അതിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള വോക്കൽ റേഞ്ച് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ എൻ്റെ ഒരു വോക്കൽ റേഞ്ച് ആയിരിക്കണമെന്നില്ല നിങ്ങളുടെ. അപ്പോൾ ആ റേഞ്ചിൻ്റെ പരമാവധി നമുക്ക് നോട്ട് വരെ നമുക്ക് പോവാം, തിരിച്ചും വരാം. അപ്പോൾ ഇത് റെഗുലറായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. നമുക്കൊരു പെർഫോമൻസിന് മാത്രമല്ല, എല്ലാ നോട്ടുകളും കൃത്യമായിട്ട് ടോണപ്പ് ചെയ്യാനായിട്ട് ഇത് നമ്മളെ സഹായിക്കും. പിന്നെ നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ടാലോ? എനിക്ക് നിങ്ങളുടെ പാട്ട് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ആദ്യം ഈ ശ്വേതയുടെ പാട്ട് നമുക്ക് കേൾക്കാം. ഞാനൊരു വെസ്റ്റേൺ ആൻസർ പാടാൻ പോകുന്നത്. ഓക്കെ. ലിൻഡ റോൺസ്റ്റാറ്റ് പാടിയ ബ്ലൂ ബായു പറഞ്ഞിട്ടുള്ളത്. ഓ വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് സോങ്ങിലേക്ക് പോവാം അല്ലേ? So bad I got a worried mind. I'm so lonesome all time. Since I left my baby behind on Blue Bayou. Saving nickels, saving dime, working till the sun don't shine, looking forward to happier times on Blue Bayou. I'm going back someday, come what may to Blue Bayou, where the folks are fine and the world is mine on Blue Bayou, where those fishing boats with their sails afloat, if I could only see that familiar sunrise through sleepy eyes, how happy I'd be. Oh, that boy of mine by my side, and the silver moon and the evening tide. Oh, some sweet day gonna take away this is hurting inside. Oh, I'll never be blue, my dreams come true on Blue Bayou. 'Cause I love you, 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 'cause I love you,
അപ്പോൾ വെസ്റ്റേൺ മ്യൂസിക്കിൻ്റെ ബേസിക് ട്രെയിനിങ് ഒന്നും ഇല്ലാതെ തന്നെ ഇത്ര മനോഹരമായിട്ട് പാടി. വെരി ഗുഡ്, എക്സലൻറ്റ്. അപ്പം ഇനി നമുക്ക് ഈ ശ്വേതയുടെ പാട്ടും കൂടി നമുക്കൊന്ന് കേൾക്കാം അല്ലേ? ശ്വേത ഏത് പാട്ടാണ് പാടുന്നത്? ജാനകിയമ്മ പാടിയ ഒരു കൊച്ചു സ്വപ്നത്തിന്. ബാബുക്കയുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. ചെറുപ്പത്തിൽ ഞാൻ പാടിയിട്ടുണ്ട് കുഞ്ഞിലെ. നമുക്കൊന്ന് കേൾക്കാം. ഒരു കൊച്ചു സ്വപ്നത്തിൽ ചിറകുമായ വിടുത്തി അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ. ഒരു കൊച്ചു സ്വപ്നത്തിൽ ചിറകുമായ വിടുത്തി അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ. ഒരു നോക്കു കാണാൻ, ഒരു വാക്കു കേൾക്കാൻ, ഒരുമിച്ചാ ദുഃഖത്തിൽ പങ്കുചേരാൻ. ഒരു കൊച്ചു സ്വപ്നത്തിൽ ചിറകുമായ വിടുത്തി അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ. പട്ടുപോലുള്ളോരാ പാദങ്ങൾ രണ്ടും കെട്ടിപ്പിടിച്ചൊന്നു പൊട്ടിക്കരയാം. മുറിവേറ്റു നീറുന്ന മിഴിമാറിലിൻ്റെ വിരലിനാൽ തഴുകി വെണ്ണ പുരട്ടാൻ. ഒരു കൊച്ചു സ്വപ്നത്തിൽ ചിറകുമായ വിടുത്തി അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ. വെരി ഗുഡ്, എക്സലൻറ്റ്. നല്ല നല്ല സ്വരമാണ്. ഒരു ഈ പാട്ടിന് ആവശ്യമായിട്ടുള്ളൊരു നല്ലൊരു സ്മൂത്ത് റെൻഡറിങ് വന്നിട്ടുണ്ട്. പിന്നെ ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആണെന്ന് തോന്നുന്നു അല്ലേ? എപ്പോഴും ഇങ്ങനെയാണ് അത് ആ പാട്ടിനകത്തുണ്ട്. പക്ഷെ അത് കുറച്ചും കൂടി നമ്മളൊന്ന് തുറന്ന് പാടി കൂടെ പ്രാക്ടീസ് ചെയ്യണം. കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ആ പ്രാക്ടീസിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഓപ്പൺ സിംഗിങ് കൊണ്ട് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്താൽ നല്ലതാണ്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ചെയ്യാവുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രീതിങ് എക്സസൈസുകൾ കുറച്ച് ചെയ്യണം. അപ്പോൾ നമ്മുടെ ബ്രീതിങ് കുറച്ചുകൂടി പ്രോപ്പറും സ്ട്രോങ് ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ടോണിൽ വ്യത്യാസം വരും. കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് പാടാൻ പറ്റും. ഇപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ചില സോങ്ങിൻ്റെ എൻഡിങ്ങിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ചിലപ്പോൾ നമ്മൾ ആ സംഭവം എത്തിക്കാനായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതിന് ഒരു ഡയഫ്രമാറ്റിക് ബ്രീതിങ് എന്ന് പറയുന്നത് അത് നമ്മുടെ നാച്ചുറലായിട്ടൊരു രീതി തന്നെയാണ്. പക്ഷെ നമ്മൾ പല ബാഡ് ഹാബിറ്റ്സ് ഇൻ ദ സെൻസ് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും രീതിയിൽ നമുക്കൊരു കൺട്രോൾ ഉറക്കെ പറയരുത്, അല്ലെങ്കിൽ ഉറക്കെ എന്തെങ്കിലും രീതിയിൽ എക്സ്റ്റേണൽ ഇതിൽ നിന്ന് നമ്മളൊരു കൺട്രോൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ നമ്മുടെ സ്വരമൊക്കെ താഴ്ത്തി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ചിലപ്പം ഭയമായിരിക്കാം, ചിലപ്പോൾ ഫിയർ, നമ്മൾ ഉറക്കെ പാടിക്കഴിഞ്ഞാൽ ഫോൾട്ട് ഇതിലേക്ക് പോവോ, തെറ്റായിട്ട് പോവോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പതുക്കെ ഇങ്ങനെ സോഫ്റ്റായിട്ട് പാടാനൊക്കെ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ബ്രീതിങ്ങിനകത്ത് വ്യത്യാസം വരുക ചെയ്യുന്നത്. അപ്പോൾ അതൊരു പ്രോപ്പറായിട്ടുള്ള ബ്രീതിങ് ഇതിലേക്ക് വരണം. നമ്മളുടെ അത് ഡയഫ്രമാറ്റിക് ബ്രീതിങ്ങിനെ കുറിച്ച് ഞാൻ ഒരു പ്രാവശ്യം അതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് റെഫർ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു. നല്ല പാട്ടുകൾ, രണ്ടുപേരും നന്നായി പാടുന്നുണ്ട്. പിന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാൻ പറ്റി അല്ലേ, പാട്ട് കേൾക്കാൻ പറ്റി. അതിലും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും ദൂരത്തു നിന്നാണ് വരുന്നത്. ശ്വേത വരുന്നത് കോഴിക്കോട്, ഈ ശ്വേത വരുന്നത് കൊല്ലത്തുനിന്ന്. രണ്ട് ദൂരമുള്ള സ്ഥലങ്ങളാണ്. വ്യൂവേഴ്സിന് നിങ്ങളെ കുറേ കൂടെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് ഈ പ്രോഗ്രാം ഹെൽപ്പ് ചെയ്യട്ടെ. ഫ്യൂച്ചറിൽ മേ ബി പല നല്ല വേദികളിൽ നിങ്ങളെ കണ്ടുമുട്ടാനായിട്ട് ഇവർക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്കൊരു പാട്ട് പാടിയിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഏതെങ്കിലും ഏത് പാട്ടായിരിക്കും നല്ല? ഹൃദയസഖി എന്ന് പറഞ്ഞ പാട്ട്. ഓക്കെ, ഷുവർ, വിൽ ഡു ദാറ്റ് സോങ് ടുഗദർ. ഹൃദയസഖി സ്നേഹ
ഹൃദയസഖി സ്നേഹമയി ആത്മസഖി അനുരാഗമയി എന്തിനു നിന്നൊന്നരവിനിയും എന്തിനു നിന്നോവുകളിനിയും എന്നും നിൻ തുണയായി നിന്നരികിൽ ഞാനുണ്ടല്ലോ ഹൃദയസഖി. താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. ഈ പ്രോഗ്രാം വളരെയധികം നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ടുപേരുടെയും പാട്ടുകൾ നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും അടുത്ത എപ്പിസോഡുകളിൽ മാസത്തിലൊരിക്കൽ ഇതുപോലുള്ള എപ്പിസോഡുകൾ ഉണ്ടായിരിക്കും. നിങ്ങളുടെ പാട്ടുകൾ അയയ്ക്കുക. ഇനി വീണ്ടും അടുത്ത ഫ്രൈഡേ ഒന്നിച്ച് കാണുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്, ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.